നമസ്കാരം, ഡിയോ എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ പറയട്ടെ. 10-12 വർഷങ്ങൾക്ക് മുമ്പ് പുതുതായി ആരംഭിച്ച ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റിൻ്റെ കനൽ ചിൽക്കൂട്ടിലാണ് ഇവനെ ഞാൻ ആദ്യമായി കാണുന്നത്. മസാലക്കൂട്ടുകളുടെ അലങ്കാരത്തിൽ ഒരു കമ്പിയിൽ കോർത്തു വെച്ച ചിക്കൻ ലെയറുകൾ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. കനൽ ചൂടിൽ വെന്ത ചിക്കൻ പച്ചക്കറികളോടൊപ്പം കലർത്തി മയോനൈസിൻ്റെ മേമ്പൊടി ചേർത്ത് കുബൂസിൻ്റെ പുറംചട്ടയിൽ റോളുകളാക്കി കയ്യിൽ തന്നപ്പോൾ കൗതുകമായി. പിന്നീട് അവൻ ജീവിതത്തിൻ്റെ ഭാഗമായി. ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഷവർമയെക്കുറിച്ചാണ്. നമ്മുടെ സ്വന്തം അൽ ചിക്കൻ ഷവർമ. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഫുഡീസ് ഏറ്റവും അധികം മിസ് ചെയ്യുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് ഷവർമയാണെന്ന് ഞാൻ തറപ്പിച്ച് പറയും. ശരിയല്ലേ? എന്നാൽ ഇനി മിസ് ചെയ്യേണ്ട. ഷവർമ ആളൊരു അറേബ്യൻ ആണെങ്കിലും നമുക്കൊരു ഇന്ത്യൻ പരിവേഷം കൊടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുബൂസിന് പകരം ചപ്പാത്തി, പേര് ചപ്പാത്തി ചിക്കൻ ഷവർമ. ഇതിനു വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഡീറ്റെയിൽ ആയി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയാലോ? 3-4 ഘട്ടങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ ഷവർമ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യ ഘട്ടം മയോനൈസ് ഉണ്ടാക്കുന്നതാണ്. ഇതിനായി ഒരു മിക്സർ ജാറിലേക്ക് ഒരു മുട്ട മുഴുവനായും മറ്റൊരു മുട്ടയുടെ വെള്ളയും ഇടുക. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മുട്ടയുടെ അളവിൻ്റെ ഡബിൾ മടങ്ങ് അളവിലാണ് ഓയിൽ ഒഴിക്കേണ്ടത്. പിന്നീട് 2 അല്ലി വെളുത്തുള്ളി, അല്പം പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മുടെ മയോനൈസ് റെഡിയായി. രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ചപ്പാത്തി അല്ലെങ്കിൽ ഫുൽക്കയാണ് ഉണ്ടാക്കേണ്ടത്. ചപ്പാത്തി ഉണ്ടാക്കാൻ നിങ്ങളെല്ലാവരും മിടുക്കരാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അതിന് മേക്കിങ്ങിലേക്ക് കടക്കുന്നില്ല. ചിക്കൻ വറുത്തെടുക്കുന്നതാണ് അടുത്ത ഘട്ടം. ഇതിനായി ഉപ്പും കുരുമുളകും ഇട്ട് പകുതി വേവിച്ചെടുത്ത ചിക്കനിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ചെറുനാരങ്ങ നീര്, അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് സെറ്റാകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാം. അതിനായി ചൂടുള്ള ഫ്രൈയിങ് പാനിലേക്ക് ഷാലോ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പകുതി വെന്ത ചിക്കനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറുത്തെടുക്കാനാകും. വറുത്തെടുത്ത കഷ്ണങ്ങൾ വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചെടുക്കുക. അടുത്തതായി പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. ആദ്യം കാബേജ് ചെറുതായി മുറിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം. പിന്നീട് പകുതി സവാളയും തക്കാളിയും വളരെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഇതിൻ്റെ മിക്സിംഗ് ആണ്. ഒരു കുഴിഞ്ഞ പാത്രത്തിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ചെറുതായി അരിഞ്ഞ കാബേജ്, പിന്നെ സവാള, തക്കാളി, നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയോനൈസ്, പിന്നെ കുറച്ച് കുരുമുളക്, വറുത്തുകോരി മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒക്കെ കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ആവശ്യമുണ്ടെങ്കിൽ മയോനൈസ് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഷവർമ മിക്സ് റെഡിയായി. ഇനി നമുക്കിത് പ്ലേറ്റ് ഷവർമയായി സെർവ് ചെയ്യാം. ഒരു ചപ്പാത്തി പാത്രത്തിൽ വെച്ച് മുകളിലായി ടൊമാറ്റോ കെച്ചപ്പും മയോനൈസും ഇട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷവർമ മിക്സ് ഇട്ട് വീണ്ടും സ്പ്രെഡ് ചെയ്യുക. തിക്നെസ് ഒട്ടും കുറക്കണ്ട, കുറച്ച് കനത്തിൽ തന്നെ ആയിക്കോട്ടെ. അതിനു മുകളിലായി കുറച്ചുകൂടി മയോനൈസ് ഇങ്ങനെ ഒഴിച്ച് ഒരു ചപ്പാത്തി കൂടി വെക്കുക. നമ്മുടെ ചപ്പാത്തി ചിക്കൻ ഷവർമ റെഡിയായി. ഇനി നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാം. മയോനൈസിൻ്റെ കൂടെ ഒരു കാബേജ് ക്യാരറ്റ് സാലഡ് കൂടി കിടക്കട്ടെ ഒരു പിൻബലത്തിന്. ഒരു കഷ്ണം ചപ്പാത്തി പൊട്ടിച്ച് കുറച്ച് ചിക്കൻ മിക്സ് എടുത്ത് മയോനൈസിൽ മുക്കി ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ, മനസ്സിൽ ലഡ്ഡു പൊട്ടിയില്ലേ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് മണിയടിക്കാൻ പ്രത്യേകം പറയുക. വൈവിധ്യമർന്ന രുചിക്കൂട്ടുകളുമായി അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ.